നിങ്ങൾ ഈ കാണുന്ന ടെക്സ്റ്റ് എഫക്റ്റ് നമുക്ക് സിമ്പിളായിട്ട് ഡാവിഞ്ചി റിസോൾവ് ചെയ്യാം എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു സാമ്പിൾ വീഡിയോ എടുത്തിട്ടുണ്ട്. അതിൽ ഇവിടെ നിന്ന് പതുക്കെ വലിച്ച് ടൈം ലൈനിലോട്ട് ഇടുവാണ്. ഇട്ട ശേഷം ഒരു സ്റ്റെപ്പ് ഒന്ന് മുകളിലോട്ട് പൊക്കി വയ്ക്കുകയാണ്. ഒരു ട്രാക്ക് മുകളിലോട്ട് പൊക്കി വെച്ചു. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ടെക്സ്റ്റ് നമ്മൾ ഇവിടെയാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഇനി എഫക്റ്റിലോട്ട് പോയതിനു ശേഷം ടൈറ്റിൽസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബേസിക് ടെക്സ്റ്റ് എന്ന് കാണും. അത് വലിച്ചുകൊണ്ട് വന്ന് ആ ഫ്രീ ആക്കി ഇട്ടിരുന്ന ട്രാക്കിൽ ഇടുക. അതൊന്ന് ഇവിടെ വെച്ചു. ഇനി നിങ്ങൾ ഈ മുകളിൽ കിടക്കുന്ന വീഡിയോ സെലക്ട് ചെയ്ത ശേഷം ഇവിടെ ഇൻസ്പെക്ടറിൽ വരാം. ഇൻസ്പെക്ടറിൽ വന്നിട്ട് വീഡിയോയിൽ ഇങ്ങനെ താഴോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കോമ്പോസിറ്റ് മോഡ് എന്നൊരു ഓപ്ഷൻ കാണാം. അതായത് നമ്മൾ ബ്ലെൻഡിങ് മോഡ് എന്നൊക്കെ പറയുന്നൊരു സാധനമില്ല, അത് തന്നെയാണ്. എന്നിട്ട് അത് ക്ലിക്ക് ചെയ്തിട്ട് താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ മൾട്ടിപ്ലൈ എന്നൊരു ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത ഉടനെ നിങ്ങൾക്ക് ഇവിടെ നോക്കിയേ നമ്മൾ ആ ടെക്സ്റ്റ് മാത്രം കാണാം, വീഡിയോ അങ്ങ് ഹൈഡായി അല്ലേ. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇനി നേരെ ആ ടെക്സ്റ്റ് സെലക്ട് ചെയ്യുന്നു. ടെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ വീണ്ടും ഇൻസ്പെക്ടറിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ടെക്സ്റ്റ് ടൈറ്റിൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ടൈറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ടെക്സ്റ്റിൻ്റെ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. സൈസ് ഇത് ഇവിടെ ഒന്ന് കൂട്ടി വയ്ക്കുകയാണ് ഞാൻ. അതിനുശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള ടെക്സ്റ്റ് ഇവിടെ ആഡ് ചെയ്യുക. ഞാൻ നമ്മുടെ പിക്സൽ എന്ന് തന്നെയാണ് ടൈപ്പ് ചെയ്യുന്നത്. പിക്സൽ ടൈപ്പ് ചെയ്തു. എന്നിട്ട് ഫോണ്ട് ഒന്ന് കുറച്ച് കനമുള്ള ഏതെങ്കിലും ഒരു ഫോണ്ട് കൊടുക്കാം. ഓക്കെ, ഇത് കുറച്ച് കനമുണ്ട് കേട്ടോ. ഞാൻ ഈ ഒരു ഫോണ്ട് സെലക്ട് ചെയ്തു. എന്നിട്ട് കുറച്ചുകൂടി നമ്മൾ സൈസ് ഒന്ന് കൂട്ടി വയ്ക്കുകയാണ്. ഒന്ന് നിറഞ്ഞു നിന്നോട്ടെ. ഓക്കെ, നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ വെച്ചു. ഇനി നമ്മൾ ഈ സെറ്റിങ്സ് ഉണ്ടല്ലോ തൊട്ടിപ്പുറത്തെ, ഈ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ ഡൈനാമിക് സൂം എന്നൊരു ഓപ്ഷൻ കാണാം. അതൊന്ന് എനേബിൾ ചെയ്യുക. എനേബിൾ ചെയ്ത ശേഷം ഇവിടെ തൊട്ട് താഴെയായിട്ട് സ്വാപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ഈ സ്ക്രീനിൻ്റെ ഇവിടെ ഉണ്ടല്ലോ താഴെയായിട്ട് വന്ന് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡൈനാമിക് സൂം എന്ന് കാണാം. അതെടുക്കുക. അതെടുക്കുമ്പോൾ ഇവിടെ ഒരു റെഡ് ഔട്ട്ലൈൻ നിങ്ങൾക്ക് ഇങ്ങനെ സെലക്ഷൻ വരും. ആ റെഡ് ഔട്ട്ലൈനെ ഒന്ന് ചെറുതാക്കി ഏകദേശം നിങ്ങളുടെ വീഡിയോയുടെ സെൻറ്ററിൽ കൊണ്ടുവന്ന് വയ്ക്കുക. ഞാൻ ഇവിടെ വീഡിയോയുടെ സെൻറ്ററിൽ കൊണ്ടുവന്ന് വയ്ക്കുവാണ്. സെൻറ്ററിലോട്ട് നീക്കി ഒന്ന് അലൈൻ ചെയ്ത് വയ്ക്കുക. അതായത് ഈ ടെക്സ്റ്റിൻ്റെ അകത്ത് വരണം കേട്ടോ. ഓക്കെ, സെറ്റ് ചെയ്തു. ഇനി നമുക്കിതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, സംഭവം സെറ്റായി. ആ ടെക്സ്റ്റ് കഴിഞ്ഞ ഉടനെ ഇവിടെ വീഡിയോ ഹൈഡായി പോയല്ലേ. അതിൻ്റെ കാരണം എന്താണ്? നമ്മൾ വീഡിയോ ഇവിടെ എന്താ ചെയ്ത് വെച്ചിരുന്നത്? മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചിരിക്കുക. അതുകൊണ്ടാണ്. അത് മാറ്റുമ്പോൾ അത് ശരിയാവും. അതിന് മുമ്പായിട്ട് വേറൊരു കാര്യം പറഞ്ഞുതരാം. ഇനി നിങ്ങൾ ഈ ടെക്സ്റ്റ് എത്രത്തോളം വലിച്ച് നീട്ടുമോ അതിനനുസരിച്ച് സ്ലോ ആയിട്ട് ടെക്സ്റ്റ് മൂവ് ചെയ്യും കേട്ടോ. അതായത് കുറച്ചുകൂടെ വലിച്ച് നീട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പതുക്കെ ആയിരിക്കും ടെക്സ്റ്റ് പോകുന്നത്. നിങ്ങൾ എത്രത്തോളം ചെറുതാക്കുമോ അതിനനുസരിച്ച് ടെക്സ്റ്റ് സ്പീഡിന് പോകും. കണ്ടല്ലോ? ഇതൊന്ന് മനസ്സിൽ വെച്ച് വയ്ക്കുക. ഞാൻ കുറച്ചുകൂടെ ഒന്ന് കൂട്ടി വയ്ക്കുകയാണ്. കണ്ടോ? നമ്മൾ എത്രത്തോളം ടെക്സ്റ്റ് വലിച്ച് നീക്കുമോ അതിനനുസരിച്ച് ഇത് സ്പീഡ് കുറഞ്ഞു വരും. ഇനി നമ്മൾ ഈ ടെക്സ്റ്റ് എവിടെയാണോ തീരുന്നത് അവിടെ കൊണ്ട് ഈ ഒരു പ്ലേ ബാർ വെച്ചിട്ട് ഈ ഒരു വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഇവിടെ ബ്ലേഡ് ഉണ്ട്, അതെടുക്കുക. അതെടുത്തിട്ട് ഒന്ന് ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ വീണ്ടും ഈ ഒരു വീഡിയോ സെലക്ട് ചെയ്തിട്ട് ഇവിടെ മൾട്ടിപ്ലൈ മാറ്റി നമ്മൾ എന്ത് ചെയ്യണം? നോർമലാക്കണം. ഓക്കെ, നോർമലാക്കി. ഇത് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു സെലക്ഷൻ അങ്ങ് മാഞ്ഞോളും കേട്ടോ. നോർമലാക്കി. ഇനി ഒന്നുകൂടെ പ്ലേ ചെയ്ത് നോക്കിയാലോ? കണ്ടോ? സംഭവം കിടിലോ അല്ലേ? ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.